നമുക്ക് ഡ്രോയിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ഷേപ്സ് നിർബന്ധമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഒന്ന് സർക്കിൾ, പിന്നെ സ്ക്വയർ, ട്രയാങ്കിൾ, ഓവൽ. ഇപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് മുകളിൽ കൂടെ വരച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതാ സർക്കിൾ വരച്ചതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ നമ്മുടെ കൈ പേപ്പറിൽ കുത്താതെ ഈ പെൻസിൽ മാത്രം ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. അത് ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് കൈക്ക് ചെറിയ വിറയലൊക്കെ വരും. അപ്പോൾ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ച് പഠിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒന്ന് വരച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. സർക്കിളിൻ്റെ മുകളിലൂടെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ സ്ക്വയറിൻ്റെ മുകളിലൂടെയും ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 4 ഷേപ്സ് നിർബന്ധമായിട്ടും പഠിച്ചൊന്ന് റെഡിയാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഷെയ്ഡിങ്ങുകളാണ്. അപ്പം ഷെയ്ഡ്സ് എത്ര ടൈപ്പാണെന്ന് നോക്കാം. ഷേപ്സ് 6 ടൈപ്പ് ഷെയ്ഡ്സാണ് നമുക്കുള്ളത്. 1 H, 2 ക്രോസ് H, 3 ടോണൽ, 4 സ്റ്റിപ്പിൾ, 5 സ്ക്രിബിൾ, 6 സ്മഡ്ജ്. അപ്പം H ഏത് ടൈപ്പാണെന്ന് നോക്കാം. H നമ്മൾ ഷെയ്ഡ് ചെയ്യൂലേ, ഈ ലൈൻ ഷെയ്ഡ് ചെയ്യൂലേ, അതിന് ചെറിയതായിട്ട് ഗ്യാപ്പ് കൊടുക്കുക. ഗ്യാപ്പ് കൊടുത്ത് ചെയ്യുന്നതിനാണ് H എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലൈൻ ഷെയ്ഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ അടുത്തടുത്തായിട്ടാണ് ആ ലൈൻസ് വരിക. പക്ഷേ ഈ Hൽ വരുമ്പോൾ ആ ഒരു ലൈന് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക. ഇങ്ങനെ ഓരോ ലൈൻസായിട്ട് എടുത്തെടുത്ത് കാണിക്കുക. ആ ഓരോ ലൈൻസിൻ്റെ ഇടയിൽ ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ട് ചെയ്യുന്നതിനെയാണ് H ഷെയ്ഡ് എന്ന് പറയുന്നത്. അതുപോലെ ക്രോസ് H എന്ന് പറയുന്നത് ക്രോസ് ആയിട്ട്, അതായത് ഇങ്ങനെ ഒരു 5-6 ലൈൻസ് ഇട്ട് കൊടുക്കുക. അതിന് ക്രോസ് ആയിട്ട് അതുപോലെ 5-6 ലൈൻസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിനെയാണ് ക്രോസ് H എന്ന് പറയുന്നത്. ഇനി അടുത്ത ഷെയ്ഡാണ് ടോണൽ ഷെയ്ഡ്. ടോണൽ ഷെയ്ഡ് അല്ലെങ്കിൽ ഇതിനെ സ്മൂത്ത് ഷെയ്ഡ് എന്നും പറയും കേട്ടോ. നമ്മൾ ഈ ഒരു H ഷെയ്ഡ് ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് ഇത്. കുറച്ചും കൂടെ അടുത്തടുത്തായിട്ടാണ് ഷെയ്ഡ് ചെയ്യുക. അതായത് പെൻസിൽ നമ്മൾ അതിൽ നിന്ന് എടുക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷെയ്ഡ് കൊടുക്കുക. ഇതിൽ ഗ്യാപ്പൊന്നും വരില്ല. ഗ്യാപ്പ് ഇല്ലാതെ ഇതെന്ത് ചെയ്യുക, അടുത്തടുത്തായിട്ട് ഫില്ല് ചെയ്തെടുക്കുക. അതിനെയാണ് ടോണൽ ഷെയ്ഡ് എന്ന് പറയുന്നത്. പിന്നത്തെ ഷെയ്ഡാണ് സ്റ്റിപ്പിൾ ഷെയ്ഡ് അല്ലെങ്കിൽ ഡോട്ട് ഷെയ്ഡ് എന്ന് പറയും കേട്ടോ. അതായത് ഡോട്ട് ഡോട്ടായിട്ട് ഷെയ്ഡ് കൊടുക്കുക. ഡോട്ട് ഡോട്ടായിട്ടാണ് ഈ ഷെയ്ഡ് വരിക. പിന്നെ അടുത്ത ഷെയ്ഡാണ് സ്ക്രിബിൾ ഷെയ്ഡ്. സ്ക്രിബിൾ ഷെയ്ഡ് പറയുമ്പോൾ ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ കെട്ടി കെട്ടി കൊടുക്കുന്നതിനെയാണ് സ്ക്രിബിൾ ഷെയ്ഡ് എന്ന് പറയാം. ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. ഇതിനെയാണ് സ്ക്രിബിൾ ഷെയ്ഡ് എന്ന് പറയുന്നത്.
ഇനി സ്മഡ് ഷെയ്ഡ് നമ്മൾ ഇവിടെ കൊടുത്തില്ലേ, ടോണൽ ഷെയ്ഡ്, ആ ഷെയ്ഡ് തന്നെ ഇവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റമ്പോ അല്ലെങ്കിൽ കൈയിൻ്റെ വിരൽ കൊണ്ടോ ഇതിനെ സ്മഡ് ചെയ്തെടുക്കുക. അതിനെയാണ് സ്മഡ് ഷെയ്ഡ് എന്ന് പറയുന്നത്. പേപ്പർ സ്റ്റമ്പ് വാങ്ങിക്കാൻ കിട്ടും. അതോ അല്ലെങ്കിൽ നമ്മുടെ ബഡ്സ് ഉണ്ടല്ലോ, ബഡ്സ് അല്ലെങ്കിൽ നമ്മുടെ കൈയിൻ്റെ വിരൽ ഉപയോഗിച്ചിട്ട് ഇതിനെ സ്മഡ് ചെയ്തെടുക്കുക. ലൈൻ ഷെയ്ഡ് ചെയ്തിട്ട് ഇതിനെങ്ങനെ സ്മഡ് ചെയ്തെടുക്കുക. അതിനെയാണ് സ്മഡ് ഷെയ്ഡ് എന്ന് പറയുന്നത്. അങ്ങനെ 6 ടൈപ്പ് ഷെയ്ഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ഷെയ്ഡുകളൊക്കെ ഓരോ സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി ഈ സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന ഷെയ്ഡാണ് HB ഷെയ്ഡ്. HB ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ബുക്കിലും ഒക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് HB പെൻസിൽ. അപ്പോൾ ആ HB പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫസ്റ്റത്തെ ഷെയ്ഡ് കൊടുക്കാം. അപ്പോൾ ഈ സർക്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കിളിൻ്റെ മുകളിലേക്ക് ലൈറ്റ് വരുന്നത് ഈ ഒരു വശത്തു നിന്നാണ്. നമ്മൾ ഈ ഒരു വശത്തു നിന്നാണ് ലൈറ്റ് കൊടുക്കുന്നത്. നമുക്ക് ഏത് വശത്തും ലൈറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു വശത്തു നിന്നാണ്. അപ്പോൾ ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് എന്തായിരിക്കും? ഏറ്റവും ലൈറ്റ് ഷെയ്ഡാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഏറ്റവും ലൈറ്റ് ഷെയ്ഡ് HB ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ HB ലൈറ്റായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ഒരു ലെയർ വെച്ചെടുത്തു. സ്പേസ് കൂടുതലുള്ളതിനനുസരിച്ച് നമ്മൾ ലെയറുകളുടെ എണ്ണം കൂട്ടി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ചെറിയ സർക്കിൾ ആയതുകൊണ്ട് ഒരു ലെയർ മതി. ഇനി കുറച്ചുകൂടി വലിയ സർക്കിൾ ആണെങ്കിൽ നമുക്ക് ഈ ഒരു HB 2 ലെയറായിട്ട് കൊടുക്കാം. അപ്പം ഒരു ലെയർ കൊടുത്തു HB. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് എടുക്കാം. അടുത്ത ഷെയ്ഡാണ് 2B. 2B അതിൻ്റെ തൊട്ടടുത്തായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ 2B ഷെയ്ഡ് വെച്ചു. ഇനി അടുത്ത ഷെയ്ഡാണ് 4B. അപ്പോൾ ഇതാ 4B ഷെയ്ഡും വെച്ച് കൊടുത്തു. ഇപ്പോൾ 2B വെച്ചു, 4B വെച്ചു. ഇനി അടുത്ത ഷെയ്ഡ് 6B. നമ്മൾ ഓരോ ഷെയ്ഡ് വെക്കുമ്പോഴും നമ്മൾ ആദ്യം വെച്ച ഷെയ്ഡിലേക്ക് മുട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ 6B. ഇനി അടുത്ത ഷെയ്ഡ് എടുക്കുക. അടുത്ത ഷെയ്ഡ് 8B. ഇനി ലാസ്റ്റ് ഷെയ്ഡ് 10B. ഇങ്ങനെയാണ് ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക. ഇത് H ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്ത ഷെയ്ഡ് ക്രോസ് H ഷെയ്ഡാണ്. അപ്പോൾ ക്രോസ് H ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ആദ്യം HB കൊണ്ട് ക്രോസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ H ഷെയ്ഡ് കൊടുക്കുക. പിന്നെ അതിൻ്റെ അടുത്ത ടോണ്, അതായത് ഫസ്റ്റ് ലെയർ നമ്മൾ ഇതിങ്ങനെ കൊടുത്ത് ഫില്ല് ചെയ്ത് വരിക. പിന്നെ അടുത്ത ലെയറായിട്ട് 2B, പിന്നെ 4B, അങ്ങനെ ഓരോ ലെയറായിട്ട് ചെയ്തു വരാം. അങ്ങനെ ബാക്കിയുള്ള 6 ഷെയ്ഡുകളും അതുപോലെ ഫില്ല് ചെയ്തെടുക്കുക.